ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെളുത്തുള്ളി എന്ന സസ്യത്തെ പറ്റിയാണ്. തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥയാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇന്ത്യയിൽ ഒക്ടോബർ നവംബർ നടന്നത് മികച്ചതാണ്. അധിക മഴയും അമിത ചൂടും ഒഴിവാക്കണം. വെള്ളം കെട്ടിക്കിടക്കാത്ത ലോം മണൽ മണ്ണായിരിക്കണം. pH 6.0 മുതൽ 7.5 വരെ ആവാം. കൃഷിക്ക് മുൻപ് ചാണകവളം, കമ്പോസ്റ്റ് നന്നായി കലർത്തുക. ആരോഗ്യകരമായ വലിയ കുറ്റികൾ നടൽ സമയത്ത് ഉണ്ടാവും. മുഴുവൻ കിഴങ്ങ് അല്ല, ഓരോ കുറ്റിയും വേർതിരിച്ച് ഉപയോഗിക്കുക. പുറം തോട് നീക്കേണ്ടതില്ല. കുറ്റികൾ 2-3 സെൻറ്റിമീറ്റർ ആഴത്തിൽ നടാം. മുകളിൽ മൂർച്ചയുള്ള ഭാഗം മേലോട്ട് വയ്ക്കുക. 10-15 സെൻറ്റിമീറ്റർ ഇടവിട്ട് നടാം. വരികൾക്കിടയിൽ 15-20 സെൻറ്റിമീറ്റർ വരെയാണ്. നട്ടയുടൻ നനയ്ക്കാവുന്നതാണ്. 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ മണ്ണിൻ്റെ ഈർപ്പമനുസരിച്ച് വെള്ളം നൽകാം. കിഴങ്ങ് പാകമാകുമ്പോൾ വെള്ളം കുറയ്ക്കുക. അടിസ്ഥാനമായി കമ്പോസ്റ്റ്, ചാണകവളം നൽകാം. 30-40 ദിവസത്തിന് ശേഷം ചെറിയ അളവിൽ ജൈവ ദ്രവവളം നൽകാം. അധിക നൈട്രജൻ ഒഴിവാക്കുക. തുടക്കഘട്ടത്തിൽ പുല്ല് നീക്കം ചെയ്യണം. ലഘു മൾച്ചിങ്, വെയിൽ പുല്ല്, ഉണങ്ങിയ ഇലകൾ നല്ലതാണ്. ഇവയുടെ രോഗനിയന്ത്രണം ത്രിപ്സ്, ഇലപ്പുഴു എന്നിവ വരാം. ഇവയ്ക്ക് പരിഹാരമായി നീമെണ്ണ സ്പ്രേ ചെയ്യാം. 3 ലിറ്റർ ചെയ്യാവുന്നതാണ്. 10-15 ദിവസത്തിലൊരിക്കൽ. വെള്ളക്കെട്ട് ഒഴിവാക്കിയാൽ രോഗസാധ്യത കുറയും. 100-120 ദിവസത്തിനകം വിളവെടുപ്പ് ഉണ്ടാകും. ഇലകൾ മഞ്ഞയായി ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നീം സ്പ്രേ ചെയ്യാവുന്നതാണ്. മണ്ണ് അലസമാക്കി കിഴങ്ങുകൾ പുറത്തെടുക്കുക. നിഴലിൽ ഉണക്കി സൂക്ഷിക്കുക. വെളുത്തുള്ളി വിത്തിലൂടെയല്ല, കിഴങ്ങിലെ കുറ്റികളിലൂടെയാണ് വളരുന്നത്. ഓരോ കുറ്റിയും ഒരു പുതിയ ചെടിക്ക് തുടക്കമാകും. നട്ടതിന് ശേഷം 7-14 ദിവസത്തിനകം ഫ്രൂട്ടിങ് നടക്കും. കുറ്റിയിൽ നിന്ന് പച്ചമുള പുറത്തു വരും. ആദ്യം നേർത്ത ഇലകൾ രൂപപ്പെടും. നീളം കൂടിയ പച്ച ഇലകൾ വളരും. പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം നിർമ്മിക്കുന്ന ഘട്ടമാണ് ആദ്യം. ഏകദേശം 30-60 ദിവസം വരെ ഇവ ഉണ്ടാകും. ഇലകൾക്കിടയിൽ നിർമ്മിച്ച ഭക്ഷണം മണ്ണിനടിയിലെ കിഴങ്ങിൽ ശേഖരിക്കും. ഒരൊറ്റ കുറ്റിയിൽ നിന്ന് പല കുറ്റികളുള്ള കിഴങ്ങ് രൂപപ്പെടും. 60-90 ശേഷമാണ് കിഴങ്ങ് രൂപപ്പെട്ട് തുടങ്ങുന്നത്. ഇലകൾ മഞ്ഞയായി ഉണങ്ങാൻ തുടങ്ങും. കിഴങ്ങ് പൂർണ്ണമായും വളർന്നിരിക്കും. ഈ ഘട്ടത്തിൽ വെള്ളം കുറയ്ക്കണം. 100-120 ദിവസത്തിനകം വിളവെടുപ്പ് ഉണ്ടാകും. മണ്ണ് അലസമാക്കി കിഴങ്ങുകൾ പുറത്തിറക്കുന്നു. നിഴലിൽ ഉണക്കി സൂക്ഷിക്കുന്നു. വിളവെടുത്ത കിഴങ്ങുകൾ കുറച്ചു കാലം ഉണക്കാതെ നിലനിൽക്കും. പിന്നീട് വീണ്ടും കുറ്റികളായി നട്ടാൽ ജീവിതചക്രം ആവർത്തിക്കും. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.